ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ബ്രദറുണ്ട്, വൈഫ്, കുട്ടികൾ, അനിയത്തി കുട്ടികൾ, അതുപോലെ തന്നെ ഉമ്മ. അവർ വന്നിട്ടുണ്ട്. ഉപ്പ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ ചിലപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റോറി ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നേരം വൈകി കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഉറങ്ങിക്കോളൂ കേട്ടോ. ചിലപ്പോൾ ലേറ്റ് ആകും. പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വിടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നബിദിനൊക്കെ കഴിഞ്ഞോ? നമ്മുടെ പുതുപ്പറമ്പ് മദ്രസത്തെ നബിദിനം ഇന്നും കൂടി ഉണ്ട്, ഇന്നും നാളും കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. ദഫും കാര്യങ്ങളൊക്കെ നല്ല ഇത്. പിന്നെ സഫമോൾ മദ്രസത്തെ അടുത്ത ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലത്തെ നബിദിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെ മഴ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഞാൻ വിചാരിച്ചേ പഠിച്ചവനെ ഈ ഒരുപാട് ഇവിടെ എന്ന് വെച്ചാൽ പുതുപ്പറമ്പിലെ 1-ാം നമ്പർ മദ്രസയിലെ നബിദിന റാലിക്കാണ് കേട്ടോ ഇന്നലെ ഞാൻ പോയത്. അതായത് ഞാൻ പഠിച്ച മദ്രസയിൽ കേട്ടോ, സമസ്ത 1-ാം നമ്പർ മദ്രസയിലെ നബിദിന റാലി കാണുവാൻ പോയി. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പഠിച്ചവനെ അതുവരെയെങ്കിലും മഴ ഒന്ന് പെയ്യാതിരുന്നെങ്കിൽ, അല്ല നമ്മൾ മഴ പെയ്യരുത് പറയാൻ പാടില്ല കേട്ടോ അങ്ങനെ, കാരണം ബർക്കത്തല്ലേ. അല്ല ഈ പിഞ്ചു മക്കളിങ്ങനെ ആ റാലിയിലൊക്കെ പോകുമ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊക്കെ പ്രയാസമായിരിക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചവനെ അള്ളാഹോയെ എന്തൊക്കെ തന്നെയായാലും അതുവരെ ഓല് റാലി കഴിയോളം മഴ പെയ്യാൻ ഞാൻ മതിയായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടോ. പറഞ്ഞ പോലെ തന്നെ അൽഹംദുലില്ലാ റാലി കഴിഞ്ഞ് മക്കളെ മദ്രസയിലേക്ക് ഫുഡ് വാങ്ങാൻ, ചോറ് വാങ്ങാൻ പോയ ആ സമയം വരെ, ആ സമയം എന്ന് വെച്ചാൽ ഫുഡൊക്കെ വാങ്ങി വന്ന് അപ്പോഴും മഴ പെയ്തിട്ടില്ല. പിന്നെ നമ്മളെ ഏരിയയിൽ ഒരു ദഫ് കളിയുണ്ട്, ദഫ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഒരു ദഫ് പ്രോഗ്രാം എന്താ പറയുക, അതും കഴിഞ്ഞിട്ടും അപ്പോഴും മഴ പെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ മഞ്ചേരി ഭാഗത്തൊക്കെ മഴ ഉണ്ടായിരുന്നു പറഞ്ഞു. അൽഹംദുലില്ലാ അവിടെ നമ്മൾ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിരുന്നു പഠിച്ചവനെ അതുവരെ കുറച്ച് സമയം പെയ്യാതിരിക്കണേ. ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ മക്കൾ നനയേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ മഴ അൽഹംദുലില്ലാ അതുവരെ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളോടൊരു സങ്കടകരമായൊരു വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നലെ ആലപ്പുഴയാണെന്ന് തോന്നുന്നു, നബിദിന റാലിക്കിടെ ഒരാൾ കാർ ഇടിച്ച് കയറ്റിയിട്ട് പിഞ്ചു മക്കളെ ശരീരത്തിലേക്ക് തട്ടി, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് ആ കുട്ടിക്ക് പരിക്കേറ്റ് 3 കുട്ടികൾക്ക് പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകട്ടെ. കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ എത്ര പ്രതീക്ഷയോടെയാണല്ലേ മക്കളെ മാറ്റി പറഞ്ഞേക്കുന്നതും അല്ലേ. നബിദിനത്തിന് വേണ്ടി മുത്ത് ഹബീബിൻ്റെ എന്താ പറയുക മദ്ഹ് പാടാനൊക്കെ വേണ്ടിയിട്ടും പറയാൻ വേണ്ടിയിട്ടും മൗലിദിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത് അവരെ. അപ്പോൾ ആ സമയത്ത് റബ്ബേ ഒരു കാറൊക്കെ നിയന്ത്രണമില്ലാതെ വന്ന് കുട്ടികളുടെ ശരീരത്തിലൂടെ ഒക്കെ തട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യം തന്നെയല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും, ഭയങ്കര പ്രയാസമാണുള്ളത്. ഇത്രമാത്രമല്ലേ. അപ്പോൾ പഠിച്ചവന് അത് മുത്ത് ഹബീബിൻ്റെ മദ്ഹ് പറയുവാനും കേൾക്കുവാനും ഹബീബിൻ്റെ ഇഷ്ടത്തിന് ആണല്ലോ റാലിക്ക് വേണ്ടി പോയത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. പക്ഷേ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ കുട്ടികളെ തട്ടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ കുട്ടിക്ക് പരിപൂർണ്ണ ശിഫ നൽകട്ടെ. പിന്നീട് പോലീസ് പിടിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു കേട്ടോ. നിർത്താതാണല്ലോ വണ്ടി പോയത്. അപ്പോൾ മദ്യലഹരിയിലായിരുന്നു. ലഹരിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ അതറിയാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ട്. കാരണം നമ്മൾ മക്കൾ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് മദ്രസയിലേക്ക് പറഞ്ഞേക്കല്ലേ. അപ്പോൾ ആ റാലിയിൽ വെച്ചൊരു കാറ് ഇങ്ങോട്ട്, അപ്പോൾ അതൊക്കെ അല്ലേ, അത് പലരും പറയും എന്താ പറയുക, ഈ ലോറി ഈ റോഡ് ബ്ലോക്ക് ആക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ നബിദിനത്തിൻ്റെ സമയത്ത് ബ്ലോക്ക് ആക്കാറൊന്നുമില്ല. പക്ഷേ അതിപ്പോൾ വർഷത്തിലൊരു ദിവസം എന്നാലും വണ്ടിക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ സംഘാടകരൊക്കെ. അങ്ങനെയാണല്ലോ ഇതും തന്നെ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ മക്കൾ പോകുന്ന ആ ഭാഗത്തേക്കാണ് അയാൾ ആ കാറ് ഇടിച്ച് കയറി വന്നത്. അപ്പോൾ അയാൾക്ക് ലഹരിയിലായിരിക്കും ഒരു പക്ഷെ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നു മോനക്ക് പരിപൂർണ്ണ ശിഫ നൽകട്ടെ. പൊന്നു മക്കൾക്ക് 3 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രയാസം തോന്നി. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ടോ. കാരണം അവർ എത്രമാത്രം പ്രതീക്ഷയോടെയാണല്ലേ. അതും ദഫ് കളിക്കുന്ന കുട്ടികളെ തോന്നുന്നുണ്ട്. ആ തൊപ്പിയൊക്കെ തെറിച്ച് വീഴുന്നതൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര, അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ വിഷമമാണ്. ഏതായാലും പരിപൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്ത് ഹബീബിൻ്റെ ആ പുണ്യമാക്കപ്പെട്ട ദിവസത്തിലാണല്ലോ അത് സംഭവിച്ചത്. ഹബീബിൻ്റെ മദ്ഹ്
പറഞ്ഞ് അതിന് വേണ്ടി ദഫ് കൊട്ടിയൊക്കെ നടക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നിട്ടോ ഇന്നലത്തെ ഒരു അവസ്ഥയെ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാവരെയും, എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തൊട്ടൊക്കെ. ഒരുപാട് കുട്ടികൾ സുഖമില്ലാതെ മനക്കുള്ള ഒരുപാട് കുട്ടികളുണ്ടല്ലോ. എന്തായാലും നല്ല രീതിയിൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മളെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ മക്കത്തുണ്ട്, മദീനത്തുണ്ട്, ഉംറയ്ക്ക് വേണ്ടി പോയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ പടച്ച റബ്ബ് നല്ല മഖബൂലും മബ്രൂറുമായ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ഉമ്മ ഇവിടെ വന്നിക്കണേ, അതേപോലെ ഉപ്പ നാളെ വരും കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു ഭാഗം സ്ട്രോക്ക് വന്നിട്ട് പെട്ടെന്ന് തളർന്നു പോയി. ഒരുപാട് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയൊക്കെ ചെയ്യുന്ന ഉമ്മയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിസ്കരിക്കാനൊക്കെ പിടിച്ച് ആളുകൾ ഇങ്ങനെ പിടിച്ച് ഇരുത്തി കൊടുക്കണം കേട്ടോ, എന്നാലേ. പക്ഷേ ഉമ്മാക്ക് കറക്റ്റ് സമയത്ത് നിസ്കരിക്കാഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ ഉമ്മാക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയണില്ല, ഒക്കെ ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗം തളർന്ന് പോയിട്ടുണ്ട്, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. സ്ട്രോക്ക് വന്നത് അങ്ങനെ പറഞ്ഞത്, ഒരു ഭാഗം തളർന്നിട്ട്. മറ്റേത് ഉമ്മാൻ്റെ ഡ്രസ്സ് അലക്കാനും ഇനി ഉണങ്ങിയതെടുക്കാനും തോരയിടാനും ഒന്നും ഞങ്ങളെ സമ്മതിക്കില്ലായിരുന്നു. എല്ലാം ഉമ്മാൻ്റെ കാര്യങ്ങൾ ചെയ്യലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉമ്മാക്ക് ഒരാൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷേ ഉമ്മാക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ആ കാര്യത്തിൽ അങ്ങനെയായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, അതിനുള്ള ആരോഗ്യം നൽകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാവരോടും ദുആ ചെയ്യാൻ പറഞ്ഞു. എനിക്കൊന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആണിപ്പോൾ അവസ്ഥ. അപ്പോൾ ഉമ്മാൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യണം. ഉമ്മാൻ്റെ കാര്യങ്ങളൊന്ന് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ ഉള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കും നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. അപ്പോൾ ഉമ്മാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പെട്ടെന്നൊന്ന് ഷിഫിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഒരു 3-4 ദിവസം നബിദിനത്തിൻ്റെ ഒരു 2-3 ദിവസം മുമ്പാണ് കേട്ടോ അത്. പെട്ടെന്ന് ചവിട്ടാൻ കഴിയണില്ല നിലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇതായതാണ്. പിന്നെ ഇങ്ങോട്ട് ഒരു ഭാഗം തളർന്നു പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ടൊന്ന് ദുആ ചെയ്യണം കേട്ടോ. അതായത് ഒരാൾക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉമ്മാക്ക് ജീവിക്കാനും നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമയം കിട്ടുകയാണെങ്കിൽ സ്റ്റോറി ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.